ദേവു റെഡിയായി താഴേക്ക് ചെന്നു. എല്ലാവരും ഹാളിൽ ഹാജർ വെച്ചിരുന്നു. എന്തൊരുക്കമാണ് എന്റെ വാവേ, ജയ് അവളെ നോക്കി പറഞ്ഞു. ദേവു ഒന്ന് ചിരിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല. ഒന്ന് പറഞ്ഞ 10 തിരിച്ചു പറയുന്ന ദേവു ഒന്നും മിണ്ടാതെ മറുപടി ചിരിയിൽ ഒതുക്കിയത് കണ്ട് അവരെല്ലാം സംശയത്തോടെ അവളെ നോക്കി. വാവേ, ആർ യു ഓക്കെ? ജയ് അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ നെറ്റിയിലും കഴുത്തിലുമെല്ലാം കൈവച്ചുകൊണ്ട് ചോദിച്ചു. ഐ എം ഫൈൻ മിച്ച. അവള് ചെറിയ പുഞ്ചിരിയോടെ പറഞ്ഞു. അക്കു, ഒരു മിനിറ്റ്. ജയ് അക്കുവിനോട് പറഞ്ഞപ്പോ അവൻ തലയാട്ടി കാണിച്ചു. ഇങ്ങോട്ട് വാ വാവേ. ജയ് ദേവുവിനെയും കൊണ്ട് സെറ്റിയിലിരുന്നു. മറ്റുള്ളവരും അവരുടെ അടുത്തിരുന്നു. നിങ്ങൾ പോയില്ലേ ഇതുവരെ? മുറിയിൽ നിന്ന് ഇറങ്ങി വന്ന സേതു അവരെ കണ്ടു ചോദിച്ചു. അപ്പോഴേക്കും കിച്ചണിൽ നിന്ന് ഭാനുവും ജാനകിയും വന്നിരുന്നു. പുറത്തു നിന്ന് വേണുവും. അയ്യോ, എന്താ ദേവു, വയ്യേ? ജയയുടെ കൂടെ സെറ്റിയിലിരിക്കുന്ന ദേവുവിനെ കണ്ട് ഭാനു അവളുടെ അടുത്തേക്ക് ചെന്നു. വാവേ, അപ്പയുടെ കുട്ടിക്ക് വയ്യേടാ. സേതു അവളുടെ അടുത്ത് ചെന്നിരുന്നു. വാവേ. ഒന്നും മിണ്ടാതിരിക്കുന്ന അവളെ ജയ് വീണ്ടും വിളിച്ചു. ദേവു അവരെ 3 പേരെയും നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അത് കണ്ട് അവർക്കുള്ളിലൊരു ആന്തലുണ്ടായി. ഇത്രയും നേരം ഒരു കുഴപ്പമില്ലായിരുന്ന അവളുടെ മാറ്റം കണ്ട് എല്ലാവരും അന്തം വിട്ട് അവളെ നോക്കി. വാവേ, മോളെ. സേതു അവളുടെ മുഖം കൈക്കുമ്പിളെടുത്തു. പപ്പ, എനിക്ക് അപ്പയും ഡാഡയും മിസ് ചെയ്യുന്നു. നിറഞ്ഞ കണ്ണുകളോടെ ചുണ്ട് പിളർത്തി അവള് പറഞ്ഞപ്പോ ജയൻ സേതുവും ഭാനും മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരിച്ചു. അതായിരുന്നോ കാര്യം? ഇപ്പൊ നിങ്ങൾ ഔട്ടിങ്ങിന് പോവുകയല്ലേ? പോയിട്ട് വാ, എന്നിട്ട് നമുക്ക് അവരെ വീഡിയോ കോൾ ചെയ്യാം. അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് സേതു പറഞ്ഞപ്പോ അവള് തലയാട്ടി. ജയ്, ഇവളുടെ മൈൻഡ് മാറുന്നതിന് മുമ്പ് പോവാൻ നോക്ക്, ഭാനു അവരോട് പറഞ്ഞു. വാ. അവരെല്ലാം ദേവുനെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി. സേതു. അവര് പുറത്തിറങ്ങിയതും വേണു വിളിച്ചു. സേതു ചോദ്യഭാവത്തിൽ അയാളെ നോക്കി. അപ്പ, ഡാഡ, ഇവരൊക്കെ? അച്ഛനെയല്ലേ അങ്ങനെ വിളിക്കുന്നത്? അപ്പൊ ദേവു? അവള് നിങ്ങളുടെ? വേണു സംശയത്തോടെ ചോദിച്ചു. അതേലോ, ദേവു ഞങ്ങളുടെ മോളാണ്. ഇവളുടെ വയറ്റിൽ പിറന്ന ഞങ്ങളുടെ മോൾ, സേതു പുഞ്ചിരിയോടെ പറഞ്ഞു. അപ്പോഴും വേണുവിന്റെ സംശയം മാറിയിരുന്നില്ല. അപ്പോ അതോ, ഞങ്ങളുടെ വീടിനടുത്ത് ഒരു കപ്പിൾസ് താമസിച്ചിരുന്നു. കപ്പിൾസ് എന്ന് പറഞ്ഞാൽ അവര് ഗേ ആയിരുന്നു. സോ അവരുടെ മാരേജ് കഴിഞ്ഞ് താമസമാക്കിയതാണ് ഞങ്ങളുടെ അടുത്ത്. ദേ ആർ ഗുഡ് ഫ്രണ്ട്സ്. മാത്രമല്ല, ദേവുനെ അവർക്ക് 2 പേർക്കും ജീവനായിരുന്നു. അവളെ കൊണ്ട് കറങ്ങാൻ പോവും. അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കും. പെണ്ണ് പാരീസിൽ നിന്ന് വന്ന മിക്കവാറും അവരുടെ കൂടെയാവും. അവർക്ക് ദേവു അവരുടെ മോളാണ്, അവരുടെ പ്രിൻസസ്. ദേവുന് അവര് അപ്പയും ഡാഡയും ആണ്. സേതു പുഞ്ചിരിയോടെ പറഞ്ഞപ്പോ വേണുവും പുഞ്ചിരിച്ചു. ഇതേ സമയം ജയിൽ നിന്ന് ദേവുവിന്റെ അപ്പയും ഡാഡയും പറ്റി അറിഞ്ഞതിന്റെ ഷോക്കിലായിരുന്നു ജെറിയും അക്കുവും ആര്യയും. ഗേ എന്ന് പറഞ്ഞ ആണോ അല്ലേ? ആര്യ ചോദിച്ചു. ഇത്രയും നേരം പറഞ്ഞിട്ട് നിനക്കത് മനസ്സിലായില്ലേ? ജയ് അവളെ നോക്കി. ആയി, എന്നാലും ഒന്നുകൂടെ ഉറപ്പിക്കാൻ. ആര്യ നന്നായി ഒന്ന് എളിച്ചു കാണിച്ചു. എന്റെ കുഞ്ഞേ. ജയ് അവളെ നോക്കി പല്ല് കടിച്ചു. യാത്രയ്ക്കൊടുവിൽ അവർ മാളിൽ എത്തിച്ചേർന്നു. ആദ്യം ഫുഡ് കോർട്ടിൽ പോവാം. വണ്ടിയിൽ നിന്നും ഇറങ്ങിയതും ജെറി പറഞ്ഞു. എന്റെ ചേട്ടായി, നിങ്ങളുടെ വയറ്റിൽ എന്താ പാമ്പ് വല്ലതും ആണോ? ഇങ്ങോട്ട് വരുന്നതിന് മുമ്പല്ലേ ഒരു കുറ്റി പുട്ടുമുണങ്ങിയത്? ദേവു അവനെ നോക്കി. എന്ത് പറയാനാ ദേവു, എനിക്ക് ഈ വിശപ്പിന്റെ അസുഖമുണ്ടേ. ഭക്ഷണം കണ്ട അപ്പൊ വിശക്കും. അത് വല്ലാത്തൊരു അസുഖമാണ്. വേറെ വല്ല അസുഖം ഉണ്ടോ? ഉരുള കാണുമ്പോ വായ പൊളിക്കുന്ന അസുഖവും ഉണ്ട്. ജെറി സങ്കടം അഭിനയിച്ചു പറഞ്ഞു. പോട്ടെ, എനിക്കും ഉണ്ട് ചേട്ടായി ഇതുപോലത്തെ അസുഖം. എല്ലാം സഹിക്കുക അല്ലാതെ വേറെ വഴിയില്ല. ദേവു അവന്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. എന്താടാ നിന്റെ അസുഖം? ജെറി അവളോട് ചോദിച്ചു. എനിക്ക് വിയർപ്പിന്റെ അസുഖമുണ്ട്, അതുകൊണ്ട് ജോലി ചെയ്യാൻ പറ്റില്ല. യോ, സാരല്ല, ഈശ്വരൻ പരീക്ഷിച്ചാണ് നമ്മളെ 2 പേരെയും. ശരിയാണ്, ദിസ് ഈസ് അവർ ഫേറ്റ്. ജെറിയുടെയും ദേവുവിന്റെയും സംസാരം കേട്ട് തലയ്ക്ക് കൈകൊടുത്ത് നിൽക്കുവാണ് ബാക്കി 4 എണ്ണം. അതെ, 2 രോഗികളും കൂടെ വരുവാണെ നമുക്കങ്ങ് പോവാമായിരുന്നു. അക്കു പല്ല് കടിച്ചുകൊണ്ട് അവരെ വിളിച്ചു. വരുവല്ലേ കടുവേട്ടാ? ദേവു എളിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. അക്കു അവളെ നന്നായി ഒന്ന് നോക്കി. നേരെ ഫുഡ് കോർട്ടിലേക്ക് വിട്ടു. എന്താണ് ഇനി വേണ്ടത്? എനിക്ക് ബർഗർ മതി, കോളയും. ദേവു പെട്ടെന്ന് പറഞ്ഞു. എന്നാ പിന്നെ എല്ലാവർക്കും അത് തന്നെ വാങ്ങാം. അക്കുവും ചെറിയും ജെയും കൂടെ വാങ്ങാനായി പോയി. അവര് സാധനങ്ങളുമായി വന്നു. എല്ലാവരും ഇരുന്ന് കഴിക്കാൻ തുടങ്ങി. ട്രംപ് ബൈഡനോട് പറഞ്ഞത് കേട്ട നീ ഞെട്ടു ആരോൺ. കഴിക്കുന്നതിനിടയിൽ ദേവു ആരോണിനോട് പറഞ്ഞു. അങ്ങേരെന്താ പറഞ്ഞത്? കയ്യിലിരുന്ന ബർഗറിന്റെ പൊട്ട് വായിലേക്ക് വെച്ചുകൊണ്ട് ആരോൺ അവളോട് ചോദിച്ചു. ആരോൺ, പിന്നെ യു ഗോട്ട് നോ ഫ്രഞ്ച് ഫ്രൈസ് എന്നാണ് അങ്ങേര് പറഞ്ഞത്. ഞെട്ടിയില്ലേ നീ? ദേവു ഇളിച്ചുകൊണ്ട് ആരോണിന്റെ മുന്നിലിരുന്ന ഫ്രഞ്ച് ഫ്രൈസ് എടുത്ത് അവളുടെ വായിലേക്ക് ഇട്ടു. ദേവു. ആരോൺ അവളെ കാലിപ്പിച്ചൊന്ന് നോക്കി. എന്തോ നടി, നിനക്കൊന്നും അടങ്ങിയിരുന്ന് കഴിക്കാൻ അറിയില്ലേ? അക്കു അവരെ 2 പേരെയും നോക്കി. താനൊന്ന് പോയ കടുവേ. ദേവു അവനെ നോക്കി പുച്ഛിച്ചു. ഡി പെണ്ണെ, വേണ്ട. പബ്ലിക് ആണെന്നൊന്നും ഞാൻ നോക്കില്ല. താനെന്താ തുണി പൊക്കി കാണിക്കൂ? ചിലപ്പോ കാണിക്കും. എന്താടി, നിനക്ക് കാണണോ?
വേണമെന്ന് പറഞ്ഞാൽ താൻ കാണിച്ചു തരുമോ? സൈറ്റ് അടിച്ചുകൊണ്ട് ദേവു ചോദിച്ചപ്പോ അക്കു അവളെ നോക്കി പല്ല് കടിച്ചു. അക്കു വാവേ, എല്ലാവരും നോക്കുന്നു, നിർത്തുന്നുണ്ടോ നിങ്ങള്? ജയ് രണ്ടുപേരോടും ദേഷ്യപ്പെട്ടു. ജയ് ചൂടായപ്പോ തൽക്കാലം ദേവു അടങ്ങി. അക്കു വാവേ, നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്. അക്കു നിന്നേക്കാളും മുതിർന്നതല്ലേ? റെസ്പെക്ട് കൊടുക്കുന്നോ? ഇല്ല. അറ്റ്ലീസ്റ്റ് അടി ഉണ്ടാക്കാതിരുന്നൂടെ നിനക്ക്? ജയ് അവളോട് ദേഷ്യപ്പെട്ടു. ദേവു ഒന്നും മിണ്ടിയില്ല. അവള് ജയ് ഒന്ന് നോക്കി ഇരുന്നിടത്തൊന്നും എണീറ്റ് കൈ കഴുകി ഫുഡ് കോർട്ടിൽ നിന്നും ഇറങ്ങി. ജയിച്ചേട്ടായി, അവൾക്ക് സങ്കടമായെന്ന് തോന്നുന്നു, വേണ്ടായിരുന്നു. ദേവു പോയ വഴിയെ നോക്കി ആരോൺ ജയ്യോട് പറഞ്ഞു. ആവട്ടെ, കൂടുന്നുണ്ട് അവൾക്ക്. ജയ് പറഞ്ഞു കേട്ടപ്പോ ആരോൺ പിന്നെയൊന്നും മിണ്ടിയില്ല. ജയ്, ഞാനിത് തമാശയായിട്ടേ കണ്ടിട്ടുള്ളൂ, അവളെ വഴക്ക് പറയണ്ടായിരുന്നു. അക്കു അവനോട് പറഞ്ഞു. നീ മിണ്ടരുത്, അവൾക്കൊരു സ്ഥലകാല ബോധമില്ല, നിനക്കെങ്കിലും ഉണ്ടാവുമെന്ന് കരുതി ഞാൻ. ജയ് അക്കുവിനെ നോക്കി പറഞ്ഞപ്പോ അക്കു അവനെ നോക്കി നന്നായി ഒന്ന് ഇളിച്ചു കാണിച്ചു. ഇളിക്കലേ, വാ. ജയ് എണീറ്റു. അവന്റെ പിറകെ ബാക്കിയുള്ളവരും എണീറ്റു. അവര് നോക്കുമ്പോ ദേവു റൈലിംഗിൽ പിടിച്ച് താഴേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. പോട്ടെ ദേവു, സങ്കടപ്പെടാതെ, ജയിച്ചേട്ടൻ വെറുതെ പറഞ്ഞതല്ലേ. ആരെ അവളുടെ തോളിലൂടെ കൈയിട്ട് പറഞ്ഞു. അത് തന്നെ, ഇച്ചോട് പോവാൻ പറ, നിനക്ക് ചേട്ടായുണ്ട്. ചെറിയ അവളെ ചേർത്ത് പിടിച്ചു. ഓ, കോൺസെൻട്രേഷൻ കളഞ്ഞു. സമാധാനായാലോ, നല്ലൊരു ചെക്കനായിരുന്നു. ഇനി അതിന് ഞാൻ എവിടെ പോയി തപ്പും? ദേവു പറഞ്ഞത് കേട്ടപ്പോ അവരെല്ലാം വായും പൊളിച്ച് അവളെ നോക്കി. എന്നാൽ ജയ്ക്ക് മാത്രം ഒരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. ഞങ്ങള് കരുതി ജയ് ദേഷ്യപ്പെട്ടതിന്റെ സങ്കടമായിരിക്കും നിനക്കെന്ന് ചെറിയ അവളോട് പറഞ്ഞു. ഓ പിന്നെ, ഇതിലും വലുത് കേട്ടിട്ട് ഞാൻ നന്നായിട്ടില്ല, എന്നിട്ടാ ഇപ്പൊ ഇത്. പിന്നെ കടുവേ, തനിക്കുള്ളത് ഞാൻ വീട്ടിലെത്തിട്ട് തരാട്ടോ. അക്കുവിനെ നോക്കി 4 ചാട്ടം ചാടി അവള് പോയി. ഇതെന്താ ഇങ്ങനെ? അക്കുവും ചെറിയ ഒരുമിച്ച് ജയ്യോട് ചോദിച്ചു. അതങ്ങനെയാണ്, ജയ് കൈമലർത്തി കാണിച്ചു. ഓ, അപ്പൊ ഇതിനെയൊക്കെയാണ് മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് എന്ന് പറയുന്നതല്ലേ? ദേവ് പോകുന്നത് നോക്കി ആര്യ പറഞ്ഞു. അങ്ങനെയും പറയാം. ജയ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവരെല്ലാം ദേവുവിന്റെ പുറകെ വെച്ച് പിടിച്ചു. മാളിൽ നിന്ന് ഇറങ്ങി അവരെല്ലാം നേരെ വെച്ച് പിടിച്ചത് ബീച്ചിലേക്കാണ്. അധികം തിരക്കില്ലാത്ത അത്യാവശ്യം തണലുള്ള ഒരിടത്ത് അവരിരുന്നു. ദേവു, നീ പഠിച്ചതൊക്കെ ഫ്രാൻസിലല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? തിരമാല എണ്ണിയിരിക്കുന്ന ദേവുവിനോട് ജെറി ചോദിച്ചു. ചോദിക്കേ, കേൾക്കട്ടെ. ദേവു അവന്റെ നേർക്ക് തിരിഞ്ഞിരുന്നു. അതുണ്ടല്ലോ, ഈ ഫ്രഞ്ച് കിസിന്റെ ഉത്ഭവം എന്ന് അറിഞ്ഞാ കൊള്ളാം എന്നുണ്ടായിരുന്നു. ജെറിയുടെ ചോദ്യം കേട്ട എല്ലാവരും അവനെ ചിറഞ്ഞൊന്നു നോക്കി. എന്തോന്നടേ? അക്കു അവനെ നോക്കി. അല്ല, അറിഞ്ഞിരിക്കാൻ. ജെറി ഇളിച്ചു കാണിച്ചു. ഉത്ഭവം എന്ന് പറഞ്ഞാൽ? ദേവു അവരെ എല്ലാവരെയും മാറി മാറി നോക്കി. അങ്ങനെ പറഞ്ഞാൽ അതിന്റെ സ്റ്റാർട്ടിങ്, എങ്ങനെയാണ് അത് ഉണ്ടായതെന്ന് ആര്യ അവളോട് പറഞ്ഞു. ഓ, അതാണോ? ജെറി ചേട്ടായി, അതുണ്ടല്ലോ, ഫ്രഞ്ച് റെവല്യൂഷൻ ടൈമിലാണ് ഫ്രഞ്ച് കിസ് ഉണ്ടായത്. ദേവു ജെറിയോട് പറഞ്ഞു. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സമയത്തോ? യാ, ആ ടൈമിൽ. റെവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഫ്രാൻസ് റെവല്യൂഷണറീസിന്റെ ഓപ്പോസിറ്റുള്ള ആളുകളിലെ ഒരാൾ നല്ല യുദ്ധമായിരുന്നു. യുദ്ധത്തിനിടെ അവർ രണ്ടുപേരും വീണപ്പോ ഒരാളുടെ ലിപ്പ് മറ്റൊരാളുടെ ലിപ്പുമായി തട്ടി. അത് കണ്ട വേറൊരാൾ അവര് യുദ്ധത്തിന് വന്നിട്ട് കിസ് അടിക്കുകയാണെന്ന് പറഞ്ഞ് ബാക്കിയുള്ളവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ ഫ്രഞ്ച് റെവല്യൂഷൻ നടന്ന കിസ് ആയതുകൊണ്ട് അതിന് ഫ്രഞ്ച് കിസ് എന്ന നെയിം വന്നു. ദേവ് കാര്യമായി അവരോട് പറഞ്ഞു. പാവം ചെറി അതൊക്കെ വിശ്വസിച്ച മട്ടാണ്. അങ്ങനെയാണല്ലേ? ദേവ് പൊട്ടി വന്ന ചിരി അടക്കിക്കൊണ്ട് മൂളി. എന്റെ ജെറി, നീ അല്ലാതെ ഇവള് പറഞ്ഞ മണ്ടത്തരം വിശ്വസിക്കുമോ? നീ ഇങ്ങനെ ഒരു പൊട്ടനായാലോ? ജയ് ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോ എല്ലാവരും ചിരിച്ചു. അത്രയും നേരം അടക്കി പിടിച്ചിരുന്ന ദേവുവിന്റെ ചിരിയും പൊട്ടി. അപ്പൊ കള്ളാണോ? അങ്ങനെയല്ലേ? നീ പൊട്ടനാണോ അതോ അങ്ങനെ അഭിനയിക്കുവാണോ? അക്കു ചിരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു. എടി ദേവോ, ഇതിനെ ഞാൻ കടലിൽ മുക്കി കൊന്നാലോ? ചെറിയ അവളെ നോക്കി പല്ലു കടിച്ചു. എന്നിട്ട് വേണം കടലിലെ വെള്ളത്തിൽ വിഷം കലർത്തി എന്ന് പറഞ്ഞ് മറ്റുള്ളവർ നമ്മളെ തല്ലിക്കൊല്ലേ. അക്കു പറഞ്ഞു കേട്ടപ്പോ എല്ലാവരും ചിരിച്ചുകൊണ്ട് ദേവുവിനെ നോക്കി. പോടോ കടുവേട്ട. ദേവു അക്കുനെ ഒരു തള്ളു വെച്ചു കൊടുത്തു. അവനൊന്ന് പിന്നിലേക്കാഞ്ഞു. നിന്നെ ഞാൻ നിക്കടി വെള്ളപ്പിശാച്ചെ അവിടെ. അക്കു എണീറ്റ് ദേവുവിന്റെ പിന്നാലെ ഓടി. ദേവു അവന് പിടികൊടുക്കാതെ ഓടിക്കൊണ്ടിരുന്നു. അവരുടെ ഓട്ടം കണ്ട് മറ്റുള്ളവർ ചിരിയോടെ അവരുടെ പിറകിൽ നടന്നു. കളിയും ചിരിയുമായി അന്നത്തെ ദിവസവും കഴിഞ്ഞു. ദേവു, എണീറ്റേ. ഭാനുവളെ എപ്പോ തുടങ്ങി വിളിയാണെന്നോ? പെണ്ണിന് യാതൊരു കുലുക്കവും ഇല്ല. 5 more minutes പ്ലീസ്. അവൾ ഒന്നുകൂടി ചുരുണ്ടുകിടന്നു. 10 മണിയാവാറായി ദേവു, എണീക്കുന്നുണ്ടോ നീ? ഭാനുവിന്റെ ശബ്ദം ഉയർന്നു. ഓക്കെ, ഡോണ്ട് ഷൗട്ട്. അവൾ എണീറ്റിരുന്ന് കണ്ണു തിരുമി. പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് വാ. ഓക്കെ. ഭാനു മുറിയിൽ നിന്ന് പോയതും അവൾ വീണ്ടും തലവഴി പുതപ്പിട്ടു. വാവ എണീറ്റില്ലേ ഭാനു? താഴേക്ക് ചെന്ന ഭാനുവിനോട് സേതു ചോദിച്ചു. ആ, അവള് ഫ്രഷ് ആവാൻ കയറിയിട്ടുണ്ട്. കുറച്ചു സമയമായിട്ട് ദേവു ഇറങ്ങി വന്നില്ല. ഇവളുടെ ഫ്രഷ് ആവല് കഴിഞ്ഞില്ലേ? ഭാനു പറഞ്ഞു. വാവേ, ജയ് അവളെ വിളിച്ചു. എവിടെ? അവളുടെ മറുപടിയൊന്നും കേട്ടില്ല.
മമ്മ, എന്റെ സംശയം മമ്മ പോകുന്ന ടൈം അവള് വീണ്ടും കിടന്നിട്ടുണ്ടാവും. ജയ ഒന്ന് ആലോചിച്ചുകൊണ്ട് പറഞ്ഞു. ഈ പെണ്ണിനെ ഞാൻ. ഭാനു മുകളിലേക്ക് കയറിപ്പോയി. എന്തിനാ ജയ് വെറുതെ? വേണു അവനോട് ചോദിച്ചു. ചുമ്മാതെ അങ്കിൾ. ഭാനു വീണ്ടും മുറിയിലേക്ക് ചെന്നപ്പോ ദേവ് മൂടി പൊതിച്ച് ഉറങ്ങുവാണ്. ഡേ, ഭാനു അവളുടെ മൂടിലേക്ക് ഒന്നങ്ങോട്ട് കൊടുത്തു. പോയി. ദേവുവിന്റെ ഇന്നത്തെ മൂഡ് പോയി. ഹെൽമാ. അവള് ചാടി എണീറ്റു. നിന്നോട് ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് പോയത്? ബട്ട് ഐ ആം സ്ലീപ്പി മാ. നേരെ എത്രയെന്ന് വല്ല ബോധമുണ്ടോ? എണീക്ക്. എല്ലാവരും ചോദിക്കുന്നു നീ എവിടെയെന്ന്. ആര്യ പോലും നേരത്തെ എണീറ്റ് വന്നു. ഐ വിൽ ബി ദെയർ ഇൻ ഹാഫ് അവർ. വേണ്ട, ഞാൻ പോയിട്ട് വീണ്ടും കിടക്കാനല്ലേ. നമുക്ക് ഒരുമിച്ച് പോവാം. ഫ്രഷ് ആയിട്ട് വാ. കമോൺ, ഗെറ്റ് അപ്പ്. ഓക്കെ. ദേവ് പുതപ്പ് മാറ്റി എണീറ്റ് അവളുടെ ഡ്രസ്സും എടുത്ത് ഫ്രഷ് ആവാൻ കയറി. അവള് ഫ്രഷായി ഇറങ്ങിയിട്ടാണ് ഭാനു അവിടെ നിന്ന് പോയത്. ഭാനുവിന്റെ പുറകെ അവളും താഴേക്ക് ഇറങ്ങി ചെന്നു. കഴിഞ്ഞോ മമ്മയും മോളും തമ്മിലുള്ള യുദ്ധം? ഭാനുവിന് പുറകെ ഇറങ്ങി വരുന്ന അവളെ കണ്ട് സേതു ചോദിച്ചു. അവള് സേതുവിന്റെ അടുത്ത് ചെന്നിരുന്ന് അയാളുടെ തോളിലേക്ക് ചാഞ്ഞു. അല്ല, ഇച്ച എങ്ങോട്ടാ? എങ്ങോട്ടോ പോവാൻ റെഡിയായി ഇറങ്ങിയ ജയെ കണ്ട് ദേവു ചോദിച്ചു. എനിക്ക് ജോലിക്ക് പോണ്ടേ? നിന്റെ പോലെ കിടന്നുറങ്ങാൻ പറ്റില്ലല്ലോ. ജയ് അവളെ പുച്ഛിച്ചു. ആർ യു ജെലസ്? ദേവു അവനെ നോക്കി പുരികം പൊക്കി. ജെലസ്? അത് നിന്നോട്. എന്തിന്? എന്റെ ഉറക്കത്തിനോ? ഒന്ന് പോടി. അവൾ അവനെ ഒന്ന് നോക്കി മുഖം തിരിച്ചു. അയ്യോ, പെട്ടെന്ന് അവള് ചാടി എണീറ്റു. എന്താടി? കടുവേട്ടൻ പോയോ അപ്പോ? അവൻ നേരത്തെ പോയി. ഓ ഷീറ്റ്, നിനക്ക് അവനെ വെറുതെ ചൊറിയാനല്ലേ? ജസ്റ്റ് ഫോർ ഫണ്ണിച്ചാ. ഓവ. ജയ് അവരോട് പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങി. പപ്പ പോകുന്നില്ലേ? ദേവു സേതുവിനോട് ചോദിച്ചു. ഇല്ലടാ, ഞാൻ നാളെ പോകുന്നുള്ളൂ. ആര്യ കോളേജിലേക്ക് പോയോ? പോയി. അപ്പൊ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ? അല്ലല്ലോ, എന്റെ മോൾക്ക് കൂട്ടായി അങ്കിളുണ്ട്, ആന്റിയും ഉണ്ട്, അമ്മമ്മയുണ്ട്, അപ്പൂപ്പനും ഉണ്ട്. അങ്ങോട്ട് വന്ന വേണു പറഞ്ഞു. മതി, നമുക്ക് അടിച്ചു പൊളിക്കാം. ഓക്കേ. അവരെല്ലാം അടുത്തറിയുകയായിരുന്നു ദേവുവിനെ. കുറുമ്പ് കാണിച്ച് നടക്കുന്ന വായാടിയായ കുട്ടിക്കളി മാറിയിട്ടില്ലാത്ത അവരുടെ ദേവുവിനെ. ദേവുവിന്റെ പഴയ കുറുമ്പും കുസൃതിയും എല്ലാം സേതുവിൽ നിന്ന് ഭാനുവിൽ നിന്നും അറിഞ്ഞപ്പോൾ അവർക്കെല്ലാം സങ്കടം തോന്നി. അമ്മയുടെ കണ്ണെന്താ നിറഞ്ഞിരിക്കുന്നത്? ഭാനു ചോദിച്ചു. കണ്ണന്റെയും ആര്യയുടെയും ചെറുപ്പം കണ്ട പോലെ ദേവുമോളുടെയും ജയ്മോന്റെയും ചെറുപ്പകാലം കാണാൻ പറ്റിയില്ലല്ലോ. എല്ലാത്തിനും കാരണം ഞങ്ങള് തന്നെയല്ലേ? അതൊക്കെ പഴയ കാര്യങ്ങളല്ലേ അമ്മേ. കഴിഞ്ഞതിനെ പറ്റിയൊന്നും ഇനി ആലോചിക്കേണ്ട. ഞങ്ങൾ ഇങ്ങ് വന്നില്ലേ, ഇനി ഇവിടെ തന്നെയല്ലേ? സേതു പുഞ്ചിരിയോടെ പറഞ്ഞപ്പോ അവരെല്ലാം പുഞ്ചിരിച്ചു. വൈകുന്നേരമായപ്പോ എല്ലാവരും തിരികെ വന്നു. അക്കുവിന്റെ കൂടെ ജെറിയും ഉണ്ടായിരുന്നു. ഹായ് ദേവൂട്ടി. ഹായ് ചേട്ടായി. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? ആസ്യൂഷൻ, ഈ പന്നി പട്ടിയെ പോലെ പണിയെടുപ്പിച്ചു. ജെറി അക്കുവിനെ നോക്കി പല്ലു കടിച്ചു. അക്കു അവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് മുറിയിലേക്ക് പോയി. ദേവുവേ, ബോറടിച്ചോടാ ഒറ്റയ്ക്കായിട്ട്? ആര്യ അവളോട് ചോദിച്ചു. കുറച്ച്. പിന്നെ ഇവരോട് സംസാരിച്ചിരുന്നു. എന്നാ നിനക്ക് ആരോണിനെ വിളിച്ചൂടായിരുന്നോ? അവൾ അവളുടെ അമ്മയുടെ വീട്ടിലാണ്. നാളെ ഈവനിങ്ങിലേ എത്തൂ. അപ്പൊ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മേ ചായ. അക്കു ഫ്രഷായി ഹാളിലേക്ക് വന്ന് വിളിച്ചു കൂവി. കടുവപ്പാലിട്ട് തിളപ്പിച്ചൊരു ചായ കൊടുക്കാൻഡി കടുവേട്ടന്. ദേവു അക്കുനെ ചൊറിഞ്ഞു തുടങ്ങി. നിനക്ക് എന്തിന്റെ കേടാണ്ടി? ചുമ്മാ. ജാനകി അവനുള്ള ചായയും ജെറിക്കുള്ള ചായയും കൊണ്ടുവന്ന് കൊടുത്തു. ജയ് ഫ്രഷായി വന്നിട്ടില്ല. അവന് പിന്നെ കോഫിയാണ്. ദേവുനും അതാണ് പ്രിയം. ആര്യ പിന്നെ ചായയോ കോഫിയോ കുടിക്കാറില്ല. ആഹാ, ജെറി ചേട്ടന് പശുവും പാലിട്ട ചായയും കടുവേട്ടന് കടുവാപ്പൊലൊഴിച്ച ചായയോ ആണല്ലോ. ഇവള് വെറുതെ ചൊറിയുവാണ്. ഇത് പശുവും പാലാണോ കടുവപ്പാലാണോ എന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാടി. അക്കു ഇരുന്നിടത്ത് നിന്നും ചായക്കപ്പ് കൊണ്ട് ദേവുന്റെ അടുത്തേക്ക് പോയി. അവൻ വരുന്നത് കണ്ടതും അവൾ ഇരുന്നിടത്ത് നിന്നും എണീറ്റോടി. നിക്കടി വെള്ളപ്പിശാച്ച എവിടെ? അക്കു അവളുടെ പുറകെ ഓടി. നിക്കൂലടാ കടുവേട്ടാ. ഇവനാണ് ഓഫീസിലെ സ്ട്രിക്റ്റ് സിഇഒ. ഇവിടെ വന്ന അവളോട് തല്ലുണ്ടാക്കി നടക്കുന്നു. ജയ് തലയിൽ കൈവച്ചു. ഇത്രയും നേരം നല്ല സമാധാനം ഉണ്ടായിരുന്നു. ഇനി രണ്ടും ചെവിതല കേൾപ്പിക്കില്ല. മുത്തശ്ശൻ പറഞ്ഞു. എന്തിനാ കടുവേട്ട എന്നെ ഇങ്ങനെ ഓടിപ്പിക്കുന്നത്? ഓടുന്നതിനിടെ കിതച്ചുകൊണ്ട് അവൾ ചോദിച്ചു. എന്നെ ചുമ്മാ കയറി ചൊറിയുന്ന നിന്നെ ഞാൻ പിന്നെ പൂവിട്ട് പൂജിക്കണോ? ഇതൊക്കെ ഒരു സ്പിരിറ്റിൽ എടുക്കണ്ടേ? എടുക്കാടി. അവള് കിതച്ചുകൊണ്ട് ഒരിടത്ത് നിന്നു. അവൾക്ക് കുറച്ചപ്പുറം അവന് നിന്നു. കണ്ടോ, എന്റെ പുറകെ ഓടിയിട്ടല്ലേ ഇപ്പൊ പട്ടിയെ പോലെ കിതക്കുന്നത്? പട്ടി നിന്റെ അച്ഛൻ. അച്ഛന് പറഞ്ഞാലുണ്ടല്ലോ കടുവേ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ അങ്ങനെ വിളിക്കരുതെന്ന്. ഞാൻ ഇനിയും വിളിക്കും കടുവേട്ടൻ. അവള് വീണ്ടും ഓടി വീടിന്റെ പുറകുവശത്തൂടെ അടുക്കളയിലേക്ക് കയറി. ഭാഗ്യത്തിന് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവൾക്ക് പുറകെ അക്കവും കയറി പുറത്തേക്കുള്ള വാതിലടച്ചു. നിന്നെ എന്റെ കൈ കിട്ടിയടി. നിനക്ക് എന്നെ കടുവ എന്ന് വിളിക്കണല്ലേ? കാണിച്ചു തരാ ഞാൻ. അയ്യോ, കാണിച്ചു തരല്ലേ, എനിക്ക് അതിനുള്ള ശക്തിയില്ല. അവൾ വേഗം കണ്ണു പൊത്തിക്കൊണ്ട് പറഞ്ഞു. അയ്യേ, ഇതെന്ത് ജീവി? അവനെ നോക്കി പുച്ഛിച്ച് തിരിഞ്ഞപ്പോഴാണ് അവളുടെ കണ്ണ് കബോർഡിന്റെ മുകളിൽ പൊടിയിട്ട് വെച്ചിരുന്ന കുപ്പികൾക്കിടയിൽ ഒരു കുപ്പിയിൽ ലഡു ഇരിക്കുന്ന കണ്ടത്. കടുവേട്ടന് ലഡു വേണോ? അവനെ നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. എനിക്ക് വേണ്ട, നീ തന്നെ മുണുങ്ങിക്കോ.
വേണ്ടെങ്കി വേണ്ട, പിന്നെ ചോദിച്ചു വരരുത്. ഓ ഇല്ല. രണ്ടും പുച്ഛം വാരി വിതറി. ദേവ് കിച്ചൺ സ്ലാബിൽ വലിഞ്ഞു കയറി കബോർഡിന്റെ മുകളിലേക്ക് എത്തി വലിഞ്ഞു. അവളുടെ നല്ല സമയമോ അതോ ലഡുവിന്റെ നല്ല സമയമോ എന്നറിയില്ല. അവളുടെ കൈ തട്ടി അരിപ്പൊടിയുടെ കുപ്പി മറിഞ്ഞു. കുപ്പി അടച്ചു വെക്കാത്തത് കൊണ്ട് പൊടി മുഴുവന് അവളുടെ മേലെയായി.